ഈ വീട് ഒരു കൊട്ടാരം തന്നെയാണേ. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗിൽ എത്താൻ വെക്കോ. 50 രൂപ. ഞാനൊരു SI ആണ്. SI KP അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്. തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഓടെ മറ്റ ആളുകൾക്ക് പോലീസിന് പേടില്ലാൻ തോന്നാടി. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലം ഉറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നത് പറഞ്ഞു. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു എന്ന് പറഞ്ഞേ. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോദിച്ചേ. നമ്മള് മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? തോന്നു ചോന്നുണ്ട്. എന്നെ നോക്കി. ആ കണ്ണി വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ, വരത്തില്ല. ചെല്ലു മുളക് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ. വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി ശാന്ത അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയാ? ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങൾക്ക് ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ. ആ വിട്ടത്തി ഇങ്ങോട്ട് എടുക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി, SI സബ് ഇൻസ്പെക്ടർ. പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം? അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത്. നിങ്ങൾ അമ്മാവനാണ്, ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ്. എന്നാലും ഞാൻ പറയണം, പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അയാളൊരു SI അല്ലേ. ഈ കാക്കി വേഷത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് കയറി വരുന്നു? ഒരമ്മാവൻ. എന്തമ്മാവൻ? ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. മോഹൻ സാറിന് ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാരവെച്ച വിദ്വാനാണ് അത്ര ഇദ്ദേഹം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല. ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട. മനു, നീ എടുത്തു ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട. ഐ വോണ്ട് അലോ ദം ടച്ച് മീ ബട്ട് ഡോണ്ട് ബി അരഗന്റ് മനു. കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാൻ ഇടിക്കും. പ്ലീസ് മനു. എല്ലാവരും എന്റെ പിന്നാലെ പോന്നാ മതി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ അനാഥരാക്കിയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷെ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ. രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ് ചീത്തയാവും. അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ രക്തബന്ധം? അങ്കിൾ എപ്പോ വന്നു? ഓ ശാന്തേ, ആ സ്നേഹം കണ്ടു. അധികം നേരം ആയിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ. ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ. എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി. അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു SI യാ. ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും പോട്ടെ മക്കളെ. എന്നാ പൊന്നുസ്റ്റേട്ടാ, രണ്ടാളും കാറി കയറ്റി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ. തീർന്നില്ലേ? ആദ്യം വാതിലൊന്ന് പണ്ടാറടക്കി. എല്ലാം തീർന്നില്ലേ? പെട്ടിയെടുത്തോ, നമുക്ക് പോകാം.
ഇല്ലാത്ത കാശ് മുടക്കി ബസ്സും കാറും പിടിച്ച് ഓടി വന്നതാ. ഞങ്ങൾ പോവാ. ഇത്ര പെട്ടെന്ന് പോകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യ ഓടിച്ചാടി ഇങ്ങോട്ട് പോകുന്നത്? പോട്ടേന്ന് ചോദിച്ചപ്പോ ആ നരകം പോണ്ടാന്ന് പറയുന്നല്ലേ ഞാൻ വിചാരിച്ചത്. രക്തബന്ധം എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് അങ്ങ് വിവരമില്ലാതായി പോവോ? മോളെ, മോക്ക് വല്ലാതെ വിഷമായി കാണൂല്ലേ? എന്തിന്? അമ്മാവൻ പോലീസാണല്ലോ, SI. അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ. പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത്, അവരോട് ദേഷ്യം കാണിക്കരുത്, പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു. മോള് തന്നെ ഓർത്തു നോക്കിയേ, പറക്കമുറ്റാത്ത നിങ്ങൾ 4 എണ്ണത്തിനെ പെരുവഴി കളഞ്ഞേച്ച് പോവാന്ന് പറഞ്ഞ നോക്ക്, മനസാക്ഷി ഉള്ളവർക്ക് പറ്റുമോ? ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന്. എനിക്കിങ്ങോട്ട് പെരുവരലിന് ദേഷ്യം എരച്ചു കയറി. ഈ കേരള മഹാരാജ്യത്ത് വേറെ SI-മാരില്ലേ? ഉത്തരവാദിത്തങ്ങൾ അവര് നോക്കട്ടെ. എന്റെ ദൈവമേ, ഒടുവി പറഞ്ഞ് ലീവ് എടുക്കാവെന്ന് സമ്മതിച്ചു. കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മുഖത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ? പച്ച പാവം. മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഞങ്ങൾ ഏറ്റു. പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേഗാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരിയൊക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങ് തീർക്കാൻ? അയ്യോ, അതാ ഫ്രൈഡ് റൈസ്. എന്താ ഫ്രൈഡ് റൈസ്? എന്തു കുന്തോ. ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ SI എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റ ഏറിഞ്ഞേനെ. പാവം പിള്ളേര്. ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. എന്നാ ഇനി അത് നടപ്പില്ല കേട്ടോ. പെണ്ണും പിള്ളേക്ക് എന്താ വേണ്ടത്? പെണ്ണും പിള്ളയോ? ഞാൻ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? പിള്ളേരുടെ സ്വന്തം അമ്മായിയാ. എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത്? വേണ്ടത് വേണ്ടപ്പ പറയും. പപ്പൻ ചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയറ് പുഴുക്കും നിർബന്ധ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 2 ആൾക്കും കോഴി ബിരിയാണി വേണം. അതിന്റെ കൂടെ നാരങ്ങ അച്ചാറ്, ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത്, ചമ്മന്തി, പപ്പടം. എടി കാരേ, എന്താ അമ്മച്ചി? നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം. എന്ത് വിഷമം? നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ കൊണ്ടുവരും മോളെ.